ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി റോസ്റ്റ് ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്ക ഇറച്ചിയാണ്. കക്ക ഇറച്ചി നല്ലതായിട്ട് കുത്തി അതിൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം കളഞ്ഞ് 3-4 പ്രാവശ്യം നല്ലതായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കുമാണ് ചെയ്തേക്കുന്നത്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി കൂടുതലായിട്ട് പെരിഞ്ജീരകം ചേർത്ത് പൊടിച്ചതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മൂത്ത മണം വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്നും സവോള വഴറ്റിൻ്റെ ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഈ എണ്ണയിൽ തന്നെ കിടന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. കക്ക ഇറച്ചിയും ചേർത്ത് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റി ചേർക്കാം. കക്ക ഇറച്ചിയിൽ ഇതിൻ്റെ മസാലയെല്ലാം നല്ലതായിട്ട് പിടിക്കുന്ന വിധത്തിൽ അതൊന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കക്ക ഇറച്ചി അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കക്ക ഇറച്ചി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കക്ക ഇറച്ചി എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കൂടെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ കക്ക ഇറച്ചി ഫ്രൈ ആകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ല എങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇതും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കക്ക ഇറച്ചി റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.